സത്യസന്ധതയുമായി ബന്ധമില്ലാത്തതേത്? തെറ്റിച്ചാൽ എല്ലാത്തിന്റെയും നിന്ന് കൊള്ളും അല്ലെ? ആരും തെറ്റിക്കരുത്. പുതുമയുള്ളപ്പോൾ അനുകരണം വരുമോ? ഇല്ല. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഈ ലെക്ചർ മെത്തേഡ് കിടന്നാൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല. റോഡ് ലേണിംഗ്, ഈ പദം കണ്ടാലും എടുത്ത് ഓടിച്ചോണം. റോഡ് ലേണിംഗ്, റിപ്പീറ്റഡ് ലേണിംഗ് എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും വായിച്ചിട്ട് പഠിക്കുക, എടുത്ത് കളഞ്ഞോണം. ഇതൊക്കെ തെറ്റാ. ഇത് തെറ്റിക്കുന്നവനെ ഞാൻ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും. കാരണം മഹാത്മാഗാന്ധിജിയുടെ സ്വഭാവത്തെയും അതോടൊപ്പം തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്വഭാവത്തെയും എല്ലാം നമ്മൾ കാർഡിനൽ ട്രൈറ്റ് വെച്ച് പറഞ്ഞില്ലേ? അപൂർവങ്ങളിൽ അപൂർവമായിട്ട് പറഞ്ഞ കാർഡിനൽ ട്രൈറ്റ്. മനുഷ്യൻ ജന്മസിദ്ധമായി ബയോളജിക്കലി അവന് ഭാഷ ആർജനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ശിക്ഷ ഭയന്നുകൊണ്ട് ഒരു കുട്ടി ഒരു നിയമം അനുസരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. ഇവിടെ ആത്മബോധം എന്ന ആശയമില്ല. ഓപ്ഷൻ സി ആണ്. കൊളാബറേറ്റീവ് ലേണിംഗ്, അതോടൊപ്പം തന്നെ കോഓപ്പറേറ്റീവ് ലേണിംഗ്. ഇവിടെ കോഓപ്പറേറ്റീവ് കൂടി നമുക്ക് ചേർക്കാം. പരിമാണമാണ് എന്ന് പറഞ്ഞു അല്ലെ? അളവ് എന്നർത്ഥം വരുന്നത് പരിമാണം. സംസാരമാകുന്ന സാഗരം, അതാണ് സംസാര സാഗരം. വാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ഏത് സന്ധിയാണ്? ആഗമസന്ധിയാണ്. പിന്നീടാണ് കാര്യം സൂചിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു വാക്യം അവസാനിപ്പിക്കുന്ന സമയത്ത് അല്ലെ, കഥകളിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സംബന്ധികയ്ക്ക് രണ്ടുണ്ട് പ്രത്യയങ്ങൾ. ഏതൊക്കെയാ? ഡേ അല്ലെങ്കിൽ ഉടേ. മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം എന്ന് പാവങ്ങൾ പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ള ഒന്നാണ്. 5 വേഷങ്ങളാണുള്ളത്. മഹാകവിയായ വ്യക്തിയാണ് അങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന എയറിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിസ്റ്റൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് BT കോട്ടൺ എന്ന് പറയുന്ന ബാസിലസ് തുറിഞ്ചിയൻസിസ് ആണ് കേട്ടോ. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ മറന്നു പോകാത്ത കാര്യങ്ങളാണ് ഇഡിയംസ് എന്ന് പറയുന്നത് അല്ലെ? ടു റിവീൽ എ സീക്രട്ട് ആണ്. ടു റിവീൽ എ സീക്രട്ട്. കേക്ക് വാക്ക് എന്നും പറയാറുണ്ട് അല്ലെ? പീസ് ഓഫ് കേക്ക് അല്ലെങ്കിൽ കേക്ക് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെഫൈൻ ചെയ്യാൻ സാധിക്കോ? ഓക്കെ, ഡെഫനിങ് സൈലൻസ്. കയ്യിലിരിക്കുന്ന ഒരു ബേർഡ് ബുഷിലുള്ള 2 എണ്ണത്തിനെ കാട്ടിയും വേർത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?